Hi friends, SN Creations by Thahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്യാം. നെക്ക് മാത്രമല്ല നമ്മുടെ ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് കവറായി വരുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് കേട്ടോ. ആ വർക്കിന്റെ പാറ്റേൺ ആണ് ഞാനിവിടെ പേപ്പറിൽ ഡ്രോ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറിൽ ഡ്രോ ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ നെക്ക് എത്രയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എത്ര ഇഞ്ചിലാണ് നമുക്ക് ഈ ലെങ്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് ഇതുപോലെ ഡ്രോ ചെയ്തെടുക്കുക. ഞാൻ ഏകദേശം ഒരു 12 ഇഞ്ചിലാണ് കേട്ടോ ഈ ലെങ്തിന് ഡ്രോ ചെയ്തെടുത്തിരിക്കുന്നത്. 3 ബ്രാഞ്ചസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ലൈൻ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് കട്ട് ബീഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമെന്ന് നോക്കാവേ. ഞാൻ ഇവിടെ ഇതുപോലെ ആൻറ്റിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ് തന്നെയാണ്. ഒരു നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. റെയിൻബോ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. നല്ല ഷൈനി എഫക്റ്റ് ഉള്ള റെയിൻബോ കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിങ് ത്രെഡ് വേണം. പിന്നെ നമുക്ക് നീഡിൽ നമ്പർ 12 വേണം കേട്ടോ. ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഏകദേശം ഞാൻ 2 ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 ബ്രാഞ്ചിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റമൈസേഷനാണ് കേട്ടോ. ഈ വർക്ക് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ അതേ കളർ കോമ്പിനേഷൻ കൊടുത്ത് ചെയ്യുന്നതാണ്. നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ലൊരു ടീൽ ബ്ലൂ ആണ്. അപ്പോൾ അതിന് കോൺട്രാസ്റ്റായിട്ട് ആ പിങ്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ പോർഷനിലെ വർക്കൊന്ന് ചെയ്താലോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു കർവ് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ ഒരു കർവിൽ നമുക്ക് കട്ട് ബീഡ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേ ഷേപ്പിൽ നമുക്ക് കട്ട് ബീഡ് വെച്ചെടുക്കാം. ഞാനിവിടെ കട്ട് ബീഡ് വയ്ക്കുന്ന ബാക്ക് സ്റ്റിച്ച് കൊടുത്താണേ. അല്ല 2 or 3 കട്ട് ബീഡ് വീതം അങ്ങനെ കൊടുത്താലും മതി. ഞാനിവിടെ ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തെടുക്കുന്നത്. നമ്മൾ വരച്ച ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ണ്ടല്ലോ, ഈ ലൈൻ ഇതുപോലെ തന്നെ ചെയ്തു പോവുക. ഞാനിതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്തു പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഫുള്ളും ഇതുപോലെ കട്ട് ബീഡ് കൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ലൈൻ ഫുള്ള് നമ്മൾ കർവ് ഷേപ്പിന് കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ലീഫ് പാറ്റേൺ ആണ്. ഞാനിവിടെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഡ്രോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 3 ബീഡ് വീതമാണ് കേട്ടോ നമ്മളൊരു ലീഫിന് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളൊരു ലീഫ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു പിങ്ക് കളറിലാണ് അടുത്ത് ചെയ്യേണ്ടത്. ഈ ലീഫൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രം നല്ല പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ലൈൻ വരച്ചിട്ടില്ലേ, ഇവിടെ ഒരു 5 കട്ട് ബീഡ് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിന് ഇവിടെ ചെയ്തെടുക്കുവാണ് വേണ്ടത്. ആൻറ്റി കളർ കട്ട് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 5 കട്ട് ബീഡാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ നീട്ടി ഒരു ലൈൻ വരച്ചെടുത്ത് ഇനി നമുക്ക് അതിൻ്റെ എഡ്ജിലായിട്ട് ഒരു 5 കട്ട് ബീഡ് റൗണ്ട് ഷേപ്പിന് കൊടുക്കാവേ. കണ്ടല്ലോ, ഇതുപോലെ കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിന് ഇടയ്ക്കൊന്ന് ലോക്ക് ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് ആ ഷേപ്പിന് തന്നെ ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ ഡ്രോ ചെയ്ത് വരയ്ക്കേണ്ടതാണ്. ചെയ്യാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ട് ബീഡ് കോർത്ത് വയ്ക്കും പോലെ അല്ല, നമുക്ക് അതേ പാറ്റേണിൽ ചെയ്തെടുക്കാൻ ഇച്ചിരി ടഫായിട്ടുള്ളൊരു വർക്കാണ്. എന്നാലും
ഇതിനോട് ഇച്ചിരി ക്രൈസൊക്കെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുമേ. പിന്നെ ആരി നീഡിൽ യൂസ് ചെയ്യുന്നവർക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു റൗണ്ട് ഒരു പാറ്റേൺ ഇവിടെ ചെയ്യണം കേട്ടോ. ഞാൻ 4 കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. 4 കട്ട് ബീഡ് എടുത്ത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിന് കൊടുക്കുക. ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ വലിയ ഈ ഒരു ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ. 4 പിങ്ക് കളർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പിന്നെ 2 അങ്ങനെ വെച്ച് നമ്മൾ ഈ വരച്ചിരിക്കുന്ന എത്രത്തോളം ലെങ്ത് ആണ് അതനുസരിച്ച് നോക്കി വേണം ചെയ്യാനായിട്ട്. നമ്മളിവിടെ ഈ ഫ്ലവർ വരയ്ക്കുന്ന എത്രത്തോളം ലെങ്ത് ആണോ അതനുസരിച്ച് ചെയ്തെടുത്താൽ മാത്രം മതിയേ. അതേ ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും, കുഴപ്പമില്ല. ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെയാണ് ഈ സൈഡിലും ചെയ്തെടുക്കേണ്ടത്. 3 പെറ്റലായിട്ടാണ് ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ചെയ്തതുപോലെ തന്നെ ഈ 3 പെറ്റൽ നമുക്ക് ചെയ്തെടുക്കാവേ. ഓക്കെ, അപ്പോൾ ഈ ഫ്ലവർ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു 3 പെറ്റലായിട്ടാണ് ഈ ഫ്ലവർ ചെയ്തിരുന്നത്. ആ 3 പെറ്റൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലീഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് ഒരു 5 കട്ട് ബീഡും റൗണ്ടും. ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഫുള്ളും വരേണ്ടത് കണ്ടോ. ഇനി ഇതുപോലെ വീണ്ടും ലീഫ്, പിന്നെ ഇതുപോലെ വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ്, വീണ്ടും അടുത്ത ഫ്ലവർ. അതേ പാറ്റേൺ ആണ് ഫുള്ളും ചെയ്ത് വരേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ 3 ലൈൻ ഡ്രോ ചെയ്തിട്ടില്ലേ. ഒരെണ്ണം നമ്മളിവിടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരച്ചിട്ടുണ്ട്. ഒരെണ്ണം ലെങ്ത് കൂടുതൽ 1/2 ഇഞ്ച് കുറച്ചുകൂടെ മേളിലോട്ട് കയറ്റി നെക്സ്റ്റ് ലൈൻ, കുറച്ചുകൂടെ ഒരു 1/2 ഇഞ്ച് കയറ്റി നെക്സ്റ്റ് ലൈൻ, അങ്ങനെ 3 ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ ഞാൻ എന്താ ഇതുപോലെ ചെയ്തിരിക്കും പോലെ കട്ട് ബീഡ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. അതും നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ ഈ ലൈൻ കറക്റ്റായിട്ട് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് കൊടുത്തു പോയാൽ മാത്രം മതി കേട്ടോ. അത്യാവശ്യം ഇത്തിരി ടഫായിട്ടുള്ളൊരു വർക്കാണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. നമുക്ക് ഒരുപാട് ഹെവി ആയിട്ട് ഫുള്ളും അതിങ്ങനെ വീഡിയോ കാണിക്കുമ്പോഴും അത് നമുക്ക് ഒത്തിരി ഹെവി ആയി പോകും വീഡിയോ. അതുകൊണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഓരോന്ന് വിധം കാണിച്ചു പോകുന്നതേ. ഇത് ഈസിയാണ് നമുക്ക് ചെയ്യാൻ. നമ്മൾ നോർമൽ ബീഡ് കോർത്ത് പോകുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഇതിനുള്ളൂ. ഇതുപോലെ ഫുള്ള് ചെയ്ത് പോവുക. ഇനി നമുക്ക് ഫുള്ള് ചെയ്തിട്ട് എൻ്റെ ഫൈനൽ വ്യൂ കാണാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്ത അത്രയും മാത്രം തന്നെയാണ് ഈ ഒരു ബ്രാഞ്ച് ഫുള്ളും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ നെക്ക് പാറ്റേൺ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ സെയിം വർക്ക് തന്നെ നമുക്ക് 2 സ്ലീവിലും കൂടെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള നല്ലൊരു വർക്കാണ്. നമ്മളിതുപോലെ നെക്കിൽ ഇതുപോലെ 3 ബ്രാഞ്ചസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവിലും 2 സ്ലീവിലും ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സെയിം വർക്ക് തന്നെ സ്ലീവിലും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.